നമസ്കാരം, ഞാൻ മോഹൻപിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഇന്നലെ നടന്ന, അതായത് 9ാം ക്ലാസ്സിലെ ഹിന്ദി സെക്കൻഡ് ടൈമിലേക്ക് നടന്ന 2024-25 ചോദ്യപേപ്പറാണ്. പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന് ഒന്ന് പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ പിന്നാലെ ഇടുന്നുണ്ട്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. സൂചന: ഘർ पेड़ और तारे की याद, लो कथा के अंश पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखें. ഘർ പേട് ഓർ താരെ കി യാദ് എന്ന നാടോടി കഥയുടെ അംശം വായിച്ച് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. പാസേജ് ഇതാണ്. കുച്ച് ദൂർ ചലനെ पर बहन बोली, भाई लगता है हम कभी घर नहीं पहुंच पाएंगे. भाई ने कहा, चलो हम उत्तर पश्चिम दिशा की ओर चलते हैं. मुझे उम्मीद है कि हम जरूर सनोवर के पेड़ और तारे के पास पहुंच पाएंगे. उस पेड़ के बीच से तारा दिखाई देगा तो समझना कि घर आ गया है. കഥ നമുക്കറിയാവുന്നതാണ്. ചോദ്യത്തിലേക്ക് കിടക്കാം. ഘർ पहुंचाने के लिए बच्चे कौन सा निश्चय याद रखते हैं? വീട്ടിലെത്തുന്നതിന് അവർ എന്താണ് അടയാളം ഓർമ്മ ഉണ്ടായിരുന്നത്? എന്തായിരുന്നു? ഘർ കെ പാസ്, സനോവർ കെ പേട് ഓർ താരെ. രണ്ടാമത്തെ ചോദ്യം, നമൂനയ്ക്ക് അനുസാർ ലിഖേ, മാതൃക അനുസരിച്ച് എഴുതണം. ആ ബോക്സിലുള്ളത് ബച്ചേ പേട് കെ പാസ് പൗഞ്ചത്തെ ഹെ. എങ്ങനെയാണ് മാറ്റേണ്ടത്? ബച്ചേ പേട് കെ പാസ് പൗഞ്ചേങ്കെ, അത് ഫ്യൂച്ചറാണ്. അപ്പം അടുത്തത് അനുസരിച്ചാണ് എഴുതേണ്ടത്. ബഹൻ ഖുഷി സെ ബോൽത്തി ഹെ, അവിടെ സ്ത്രീലിംഗമാണ്. മറ്റേത് ബച്ചെ പുല്ലിംഗം ബഹുവചനമാണ്. അപ്പോൾ ഇവിടെ സ്ത്രീലിംഗമാണ് ബഹൻ, അതനുസരിച്ച് ബോൽത്തി ഹെ വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ വരണം? ബോലേങ്കി വരണം. ബഹൻ ഖുഷി സെ ബോലേങ്കി. മൂന്നാമത്തത്, ലോക കഥാ കെ ഇസ് പ്രസംഗ് കെ ആധാർ പർ പട്കഥാ കാ ഏക് ദൃശ്യ ലിഖി. ഇവിടെ ഞാൻ ആൻസർ കൊടുക്കുന്നില്ല, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. പട്കഥയുടെ രീതിയിലാണ് എഴുതേണ്ടത്. ആദ്യം ദൃശ്യ ഏക്ക്, ഒരു ദൃശ്യം എഴുതാനാണ് പറഞ്ഞത്, അപ്പോൾ ദൃശ്യ ഏക്ക്. അതുപോലെ അതിനകത്ത് സ്ഥലമുണ്ടായിരിക്കണം. അതുപോലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണെന്ന് വേണം. അവരുടെ വേഷഭൂഷ ഉണ്ടാകണം. പ്രായം ഉണ്ടായിരിക്കണം, ഉമ്ര. പിന്നെ അതിൻ്റെ സന്ദർഭം ഒന്ന് വിശദീകരിക്കണം. പിന്നീട് നമ്മൾ സംവാദ് തുടങ്ങണം. അപ്പം അങ്ങനെ സംഭാഷണം തുടങ്ങണം. അടുത്തതിന് ചോയ്സ് ഉള്ളത്, യുദ്ധ മാനവജാതി കേലിയെ വിനാശകാരി ഹെ. യുദ്ധം മനുഷ്യരാശിക്ക് വിനാശകാരിയാണ്, ആപത്താണ്. യുദ്ധക്കെ വിരുദ്ധ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരയും. യുദ്ധത്തിന് എതിരായി ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റുകൾക്ക് അല്ലെങ്കിൽ വാക്കുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ മതിയാകും. അതിലെ പ്രാധാന്യം അനുസരിച്ചുള്ള വലിപ്പ ചെറുപ്പമുള്ള അക്ഷരങ്ങളിൽ നമ്മൾ ആ പ്രാധാന്യമനുസരിച്ച് എഴുതുക. പടങ്ങളൊന്നും വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നല്ല ഒരു ബോർഡർ കൊടുക്കുക. ഒരു 2 പേജിലായിട്ട് നിൽക്കാത്ത തരത്തിൽ വേണം പോസ്റ്റർ തയ്യാറാക്കാൻ. അപ്പം അങ്ങനെ നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കി ബോർഡറൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിന് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. അടുത്ത സൂചന, ജബ് ഗാന്ധിജി की घड़ी चोरी चली गई, लेख एकांश पढ़े और 4 से 6 तक के प्रश्नों के उत्तर लिखें. ജബ് ഗാന്ധിജി की घड़ी ചോരി ചലി ഗയി എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ എഴുതാനാണ്. പാസേജ് ഇതാണ്. ഗാന്ധിജി പോലെ മയും ആ രഹാ താ തോ രാസ്തേ മേം റെയിൽ ഗാഡിയുമേയും കിസിനെ മേരി ഘടി ചുരാലി. വരുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് എൻ്റെ വാച്ച് ആരോ മോഷ്ടിച്ച് പോയി, അല്ലെങ്കിൽ കളഞ്ഞു പോയി. ഇത് ബഹുത്ത് പുരാനി ഘടി തീ, അത് വളരെ പഴക്കമുള്ളതായിരുന്നു. ഓർ മുച്ചേ ബഹുത്ത് പ്യാരി തീ, എന്നാൽ എനിക്ക് വളരെ പ്രിയപ്പെട്ടതുമായിരുന്നു. മയുസെ യഹാം ഇധർ ഇസ് തരഹ്, ഞാൻ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ ഇവിടെ ഇതുപോലെ. അപ്പനി ധോത്തിയമേ കമർസെ ഢാങ്കെ രക്താത, എൻ്റെ അരക്കെട്ടിൽ ഞാൻ ഇതുപോലെ തൂക്കിയിടുകയായിരുന്നു ചെയ്തിരുന്നത്. ഓർ ജബ് ചാഹെ നികാൽക്കർ ടൈം ദേക്ക് ലേത്താത്ത, എനിക്കെപ്പോൾ വേണമെങ്കിലും എടുത്ത് സമയം നോക്കുകയും ചെയ്യുമായിരുന്നു. ചോദ്യം 4ാമത്തത്, മയും പ്ലസ് കോ മുച്ചുക്കോ അല്ലെങ്കിൽ മുച്ച്. 5ാമത്തെ ചോദ്യം, കോർഷ് സേ സഖി ശബ്ദ ചുൻകർ വാക്യക്കോ ആകെ വിടായി. ശരിയായ വാക്കുകളെടുത്ത് സെന്റൻസ്
നമ്മൾ വലുതാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 വാക്ക് തന്നിരിക്കുന്നു, പുരാനി അല്ലെങ്കിൽ റെയിൽ ഗാഡിമേയും. അപ്പോൾ ഈ 2 വാക്കും കൂടെ ചേർത്ത് വേണം. ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത് ഘടി ചോരി ചലിയുകയും, വാച്ച് നഷ്ടപ്പെട്ടു. ഗാന്ധിജിക്ക് ഘടി ചോരി ചലിയുകയും, അതിനോടൊപ്പം ഗാന്ധിജി എന്ന ഒരു വാക്കൂടെ ചേർത്തു. ഇതിനകത്ത് ഇനി നമുക്ക് 2 വാക്കുകൂടെ ചേർക്കണം. മൂന്നാമത്തെ സെന്റൻസിൽ അതിലെ ഏതെങ്കിലും ഒരു വാക്ക് ചേർക്കാം, പുരാനി ചേർക്കാം. ഗാന്ധിജിക്ക് പുരാനി ഘടി ചോരി ചലിയുകയും, ഇവിടെ പഴയ വാച്ച്. ഇവിടെ ഇനി അടുത്തതിനകത്ത് ആ സെന്റൻസിനോടൊപ്പം തന്നെ റെയിൽ ഗാഡിമേയും എന്ന വാക്കുകൂടെ ചേർക്കണം. റെയിൽ ഗാഡിമേയും ഗാന്ധിജിക്ക് പുരാനി ഘടി ചലിയുകയും. അടുത്ത 6ാമത്തെ ചോദ്യം, വൈസ്രായിക്ക് ചായ് പാർട്ടി पर जाते समय ഗാന്ധിജിക്ക് ഘടി ചോരി ചലിയുകയും. വൈസ്രായിയുടെ ചായ് പാർട്ടിക്ക് പോകുന്ന സമയത്താണ് ഗാന്ധിജിയുടെ വാച്ച് കളഞ്ഞുപോയത്. ഗാന്ധിജിക്ക് ഉസ് ദിൻ കി ഡയറി കൽപ്പന കർക്കെ ലിഖേൻ, ഗാന്ധിജിയുടെ അന്നത്തെ ഡയറി സങ്കല്പിച്ച് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറി എഴുതുന്നത് ഒരു ദിവസത്തിന്റെ അവസാന സമയമാണ്. അപ്പോൾ ഗാന്ധിജി ആ ഡയറി എഴുതുമ്പോൾ അതിനകത്ത് നമുക്ക് തീയതി ഉണ്ടാകണം, ദിവസം ഉണ്ടാകണം, സ്ഥലം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് അന്നത്തെ ആ കാര്യങ്ങളെല്ലാം, നടന്ന സംഭവങ്ങളെല്ലാം നമുക്ക് എഴുതുമ്പോൾ ഒരു ഡയറിയായി അവസാനം. അപ്പം ഇന്ന് നമുക്ക് പൊതുവായി എഴുതാവുന്ന ചില കാര്യങ്ങളൊക്കെ മുൻ വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നല്ല രീതിയിൽ പോയിന്റ് വെച്ച് എഴുതുമ്പോൾ നമുക്ക് ഡയറിയായി അതിന് ഫുൾ മാർക്കും കിട്ടും. അടുത്ത സൂചന, ഫൂൽ കഹാനി കി പങ്ക്തിയാ പടേ, പ്രശ്ന 7 और 8 के ഉത്തർ ലിഖേ. ഫൂൽ കവിതയുടെ വരി വായിച്ച് 7ഉം 8ഉം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. വരികൾ, ഹവാ ഓംനെ കഹാ ഹമേം ഗന്ധ് ചാഹിയെ, മയം ചുപ് രഹ. മധുമക്ഖിയോം ने कहा हमें रस चाहिए, मयम चुप रहा. तितलियों ने कहा हमें कोमल स्पर्श चाहिए. വരികൾ നമുക്കറിയാവുന്നതാണ്. 7ാമത്തെ ചോദ്യം, വിശേഷണ ശബ്ദ ചുൻകർ ലിഖേ. വിശേഷണ ശബ്ദം, അഡ്ജക്റ്റീവ് ശബ്ദം, അതായത് നാമവിശേഷണമാണ്. അപ്പോൾ ഇതിൽ രസ് എന്ന് പറയുന്ന നാമമാണ്, കോമൾ വിശേഷണമാണ്, ഗന്ധ് നാമമാണ്, ഫൂൽ നാമമാണ്. അടുത്ത 8ാമത്തെ ചോദ്യം, ഹവ ഓർ മധുമക്കി പ്ലാസ്റ്റിക് കെ ഫൂലോം സെ അസന്തുഷ്ട ഹെ. എന്തുകൊണ്ടാണ് കാറ്റും മധുമക്കിയും പ്ലാസ്റ്റിക് പൂക്കളോട് അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്നത്? എന്താണ്? ഹവാओं की गंध और मधुमक्खियों को रस चाहिए. അപ്പോൾ കാറ്റിന് ഗന്ധവും മധുമക്കിക്ക് രസവുമാണ് ആവശ്യം, തേനുമാണ് ആവശ്യം. പ്ലാസ്റ്റിക് കെ ഫൂലോമേ നഹീ ഹൈ. അടുത്ത സൂചന, ഫുട്ബോൾ കെ ദിൽ കാ രാജ ലേഖ ആംശ പടേ ഓർ 9 से 11 തക്കെ പ്രശ്നങ്ങൾക്ക് ഉത്തർ ലിഖേ. 9 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന ലേഖനത്തിൽ നിന്ന് എഴുതാനാണ് പറയുന്നത്. അതിന്റെ പാസേജ്, ഫുട്ബോൾ की ലോകപ്രിയത പെലെ की ഖ്യാതി के साथ दुनिया भर में फैली. ഫുട്ബോളിന്റെ ലോകപ്രിയത പെലെയുടെ ഖ്യാതിയോടൊപ്പം തന്നെ, പ്രശസ്തിയോടൊപ്പം തന്നെ ലോകമെമ്പാടും വ്യാപിച്ചു. और यह सब उन्होंने तब किया जब अफ्रीकी मुल्क के काले वर्ण के लोगों का दुनिया भर में अपमान होता था. उन्हें कमतर आंका जाता था. बिना स्कूल की शिक्षा के भयानक गरीबी और भुखमरी से निकल के फुटबॉल के दिल पर इस तरह किसी दूसरे ने राज नहीं किया. അപ്പോൾ പാസേജ് നമുക്ക് അറിയാവുന്നതാണ്. 9ാമത്തെ ചോദ്യം, സഹി പ്രസ്താവിച്ചുനകർ ലിഖേം. ശരിയായ പ്രസ്താവന എഴുതുക. അതിൽ 4ാമത് കിടക്കുന്ന പെലെ സാന്തോസ് ക്ലബ് കാ ഖിലാഡി ഥ. സാന്തോസ് ക്ലബിന്റെ ഖിലാഡിയായിരുന്നു. അടുത്ത 10ാമത്തെ, കൈ കഠിനായിയോं के शिकार होने पर भी पेले ने लोगों के दिल पर राज किया. ये कैसे संभव हो सका. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും സഹനശീലവും മറ്റുമാണ് ഇതിനുള്ള കാരണം. 11ാമത്തെ ചോദ്യം, സങ്കേതോं की सहायता से पेले की जीवनी का अंश लिखिए. ഒരു ജീവനിയുടെ അംശം എഴുതാനാണ് പറയുന്നത്. വിശ്വ का मशहूर फुटबॉलर 16वीं सदी की उम्र में കരിയർ की शुरुआत. 16ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചു.
തീൻ വിശ്വകപ്പ് ജീത്തനെ വാല ഏകമാത്ര ഖിലാടി. 3 ലോകകപ്പ് നേടിയ ഒരേ ഒരു കളിക്കാരൻ. 29 ഡിസംബർ 2022 में മൃത്യു. 29 ഡിസംബർ മാസം 2022 അദ്ദേഹം മരിച്ചു. ഇത്രയും പോയിന്റുകൾ വരത്തക്ക തരത്തിൽ വേണം നമ്മൾ ഒരു ജീവനി തയ്യാറാക്കാൻ. അതിന് ചോയ്സ് ഉള്ളത് സഹി മിലാൻ കരെ. ശരിയായിട്ടുള്ളത് ചേർത്തെഴുതാനാണ്. ഫുട്ബോൾ കെ ദിൽ കെ രാജാ കെ രൂപമേയും ആ ആദ്യം കിടക്കുന്നതിന് തുല്യമായി അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത് എഴുതണം. അതിലേറ്റവും താഴെ കിടക്കുന്നതാണ് അതിന് തുല്യമായിട്ടുള്ളത് പെലെ പ്രസിദ്ധ ഹോഗയെ. ഫുട്ബോൾ കെ ദിൽ കെ രാജാ കെ രൂപമേയും ഫുട്ബോളിന്റെ രാജാ രൂപത്തിൽ പെലെ പ്രസിദ്ധ ഹോഗയെ. രണ്ടാമത് കിടക്കുന്നത് പെലെ കി ഹുനർ കി തരഹ്. പെലെയുടെ ഹുനറിനോടൊപ്പം തന്നെ നൈപുണ്യത്തോടൊപ്പം തന്നെ അതിലാദ്യം കിടക്കുന്നതാണ് മുസ്കാൻ ഭി മഷ്കൂർ ധി. അദ്ദേഹത്തിന്റെ ചിരിയും പ്രസിദ്ധമായിരുന്നു. സാന്തോസ് കേലിയെ പെലെ രണ്ടാമത് കിടക്കും നുമായിസി മാച്ച് കേൽത്തെ ധേ. അടുത്തത് നാലാമത് കിടക്കുന്നത് ഗരിൻചാനെ അപ്നി പ്രതിഭ. അത് മൂന്നാമത് കിടക്കുന്നതാണ് ശരാബ് പീക്കർ ബിഗാഡ് ദി. ചാരായം കുടിച്ച് അല്ലെങ്കിൽ മദ്യം കുടിച്ച് അത് നശിപ്പിച്ചു കളഞ്ഞു. അടുത്ത സൂചന ചട്പട്ട് ഓർ നട്കട്ട് കഹാനി का अंश पढ़े और प्रश्न 12 और 13 के प्रश्नों के उत्तर लिखे. चटपट परेशान हो जाता और घर लौटकर माम से शिकायत करता. അമ്മയോട് പരാതി പറഞ്ഞു. മാം ചോട്ടാ ബഹുത്ത് പരേശാൻ കർത്താ ഹെ. ചോട്ടാ ഹെ നാ മാം മുസ്കുരാ ദേത്തി. പരാതി പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? അവൻ ചെറുതല്ലേ. അവർ ബഡേക്കോത്തോ ചോട്ടേക്ക ധ്യാൻ രഖനാഹി പഡ്താ ഹെ. മുതിർന്നവര് ചെറിയവരെ നോക്കേണ്ടതാണ്. 15ാമത് ചോദ്യം ബഡേക്കോ ചോട്ടേക്ക ധ്യാൻ രഖനാഹി പഡ്താ ഹെ. മാം കെ ഇസ് കഥൻ കാ സങ്കേത് ക്യാ ഹെ. എന്താണമ്മ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? രണ്ടാമത് കിടക്കുന്ന നട്കട്ട് കി ദേഖ് ഭാൽ കരേ. അടുത്തത് 13ാമത്തെ നട്കട്ട് കെ ബാരെ മേ चटपट माम से शिकायत करता है. इस प्रसंग पर माम और चटपट के बीच की വാർത്താലാപ് लिखें. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറയുന്നത്. അടുത്ത സൂചന ജന ജനക ചെഹര ഏക്ക് കവിത की ये पंक्तियां बड़े और 14 से 16 तक के प्रश्नों के उत्तर लिखें. 14 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. പ്രത്യേക ഗോൾ ചാരോം ഓർ സേ धरातल पर हे जनता का दल एक पक्ष जलता हुआ लाल की भयानक सितारा एक उद्दीपक उसका विकराल सा इशारा एक गंगा में इरावती में मीनाम में अपार अकुलाती हुई नील नदी आमसन मसूरी में वेदना से गाती हुई ബഹ്തി ബഹാത്തി ഹുയി ജിന്ദഗി കി ധാര ഏക്. 4ാമത് ചോദ്യം ജൻ ജൻ കാ ചെഹര ഏക് കവിത കെ കവി കോൻ ഹെ. 4ാമത് കിടക്കുന്ന മുക്തിബോധ്. സമാന ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. സാരേ സംസാർ കി ആം ജനതാ കാ ഏക് ഹി ദൽ ഉൻകാ ഏക് ഹി പക്ഷ് ഹെ. ആദ്യം കിടക്കുന്ന ആദ്യ വരികളാണ് പ്രത്യേക ഗോൾ ചാരോ ഓർ സേ ധരാതൽ पर ഹെ जनता का दल एक पक्ष. അടുത്ത കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേം. കവിയുടെ ആശയം എഴുതാനാണ്. അതിൽ കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് വേണം ചെയ്യാൻ. അടുത്ത സൂചന ജബ് ഗാന്ധിജി की घड़ी चोरी चली गई लेकर अंश पढ़े और प्रश्न 17 और 18 के उत्तर लिखें. 17-18 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. പാസേജ് ഗാന്ധിജിക്ക് സാത്ത് ഗയി. ഗാന്ധിയോടൊപ്പം വന്ന ഉൻകി സഹയോഗിനെ തന്റെ സഹയോഗി ഖാദി കേക്ക് പുരാനേസെ ധൈലെ. ഖാദിയുടെ ഒരു പഴയ സഞ്ചിയും ധൈലേമേയും സഞ്ചിയിൽ ഏക്ക് ചോട്ടാസ ഡിബ്ബ ഒരു ചെറിയ ഡിബ്ബയും ഓർ ഏക്ക് ചമ്മച്ച് നിക്കാൽക്കർ ഗാന്ധിജിക്ക് സാമനെ രഖ് ദിയ. ഒരു ചെറിയ സ്പൂണും എടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ചു. ഡിബ്ബേമേയും ബക്കരി കെ ദൂത് സെ ബന ദഹി ധ ഓർ ചമ്മച്ച് അലാങ്കി ടൂട്ടാ ഹുവാ ധ. അത് ബക്കരി ആടിന്റെ പാല് കൊണ്ടുണ്ടാക്കിയ തൈരും അതുപോലെ തന്നെ ആ സ്പൂണ് പൊട്ടിയതുമായിരുന്നു. ലേക്കിൻ ഉസ്കെ ടൂട്ടെ ഹത്തേപ്പ് ലക്ഡി കി കവച്ചി धागे से बांध दी गई थी. वाइसराय लॉर्ड माउंटन और उनकी पत्नी गांधी जी को देखते रह गए. ഇതെല്ലാം കണ്ട് വൈസ്രോയി
മൗണ്ട് ബാറ്റനും അദ്ദേഹത്തിൻ്റെ വൈഫും അത് നോക്കിക്കൊണ്ടിരുന്നു. 17ാമത്തെ ചോദ്യം, ഗാന്ധിജി नाश्ते के लिए बेकरी के दूध से बना दही साथ लाए, इसे क्या संदेश देना चाहते हैं? എന്ത് സന്ദേശമാണ് ഇതിലൂടെ കൊടുക്കുന്നത്? രണ്ടാമത്തെ കിടക്കുന്ന സാധകീക. അടുത്ത 18ാമത്തെ ചോദ്യം, വൈസ്രായ് की चाय पार्टी में गांधी जी अपना नाश्ता साथ लाए थे, इस घटना का जिक्र करते हुए लेडी माउंट बैटन अपनी सहेली के नाम पत्र लिखती है, पत्र लिखे. ഒരു കത്ത് എഴുതാനാണ് മൗണ്ട് ബാറ്റന്റെ വൈഫ് തൻ്റെ ഒരു കൂട്ടുകാരിക്ക് കത്തെഴുതുകയാണ്. അപ്പോൾ കത്തെഴുതുമ്പോൾ നമുക്ക് സ്ഥലമുണ്ടാകണം, തീയതി ഉണ്ടാകണം, ഒരു അഭിസംബോധന ഉണ്ടാകണം, അതുപോലെ തന്നെ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടാകണം, പിന്നെ ബോഡി ഓഫ് ദി ലെറ്റർ, അതിൻ്റെ പ്രധാന കാരണം പറയണം, എന്നിട്ട് ഒരു കൺക്ലൂഷൻ ഉണ്ടാകണം, പിന്നീട് നമ്മൾ ഒരു നല്ല കോംപ്ലിമെൻ്ററി ക്ലോസ്, നല്ലൊരു നിർത്ത് ഉണ്ടാകണം, അതിനുശേഷം ഒപ്പ്, പിന്നീട് പേര്, പദ, ഇത്രയും കാര്യങ്ങൾ എഴുതി ആ കാര്യങ്ങളെല്ലാം എഴുതി കഴിയുമ്പോൾ നമുക്കതിന് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. അതിനൊരു ചോയ്സ് ഉള്ളത് 4 സഹിയെ പ്രസ്താവിച്ചുൻകർലിക്കെ, ശരിയായിട്ടുള്ള 4 പ്രസ്താവന താഴെ കൊടുക്കുന്നതിൽ നിന്ന് എടുത്തെഴുതാനാണ്. ഗാന്ധിജിനെ ബഡേ അൻമനേപ്പൻ സേ മൗണ്ട് ബാറ്റൻ കി ബാത്തേ സുനി, അത് ശരിയാണ്. ഗാന്ധിജിക്കോ അപ്പനി പുരാനി ഘടി ബഹുത്ത് പസന്ത് തീ, പഴയ വാച്ച് വളരെ ഇഷ്ടമായിരുന്നു, അത് ശരിയാണ്. ഗാന്ധിജിക്ക് സ്വാഗത കേലിയെ ബഡി തയ്യാരിയാ കീ ഗയി, ഗാന്ധിജിയെ സ്വീകരിക്കാൻ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു, അതും ശരിയാണ്. ഗാന്ധിജി വൈസ്രായിക്കെ സാരെ പ്രബന്ധ സെ സന്തുഷ്ട് ധേ, അദ്ദേഹം ചെയ്തിരുന്ന ഏർപ്പാടുകളിലെല്ലാം സന്തുഷ്ടനായിരുന്നു ഗാന്ധിജി, അത് തെറ്റാണ്. ഗാന്ധിജി അപ്പന നാശ്ത സാത്തിലായതേ, ഗാന്ധിജി തന്റെ ഭക്ഷണം കൂടെ കൊണ്ടുവന്നിരുന്നു, അത് ശരിയാണ്. ഗാന്ധിജിനെ വൈസ്രായിക്ക ആമന്ത്രൺ സ്വീകാർ നഹീ കിയ, അത് തെറ്റാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റിനകത്തുള്ളത്. ഇതിൻ്റെ വിശാലമായ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. ഇപ്പോൾ അറിവിന് വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇത് എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതാനും മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുകയും വേണം. നമുക്ക് നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.